ഇന്ത്യൻ ബ്രീഡുകളെ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ നേറ്റീവ് ഡോഗ്സിനെയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും അവസാനം കൊടുക്കാം. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണണം. കാരണം നമുക്ക് ചുറ്റും കാണുന്ന നായകളെ കുറിച്ച് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ഇനി നമുക്ക് ആദ്യം നോർത്തിലേക്ക് പോവാം. ഹിമാലയത്തിന്റെ താഴ്വാരത്ത്, അതായത് നേപ്പാൾ, സിക്കിം, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ബ്രീഡാണ് ഹിമാലയൻ ഷെപ്പേർഡ് ഹൗണ്ട്. ഹിമാലയൻ മാസ്റ്റിഫ്, ബോത്തിയ കുക്കൂർ, ഗഡി കുത്ത, പഹാഡി കുത്ത എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതിലത്തെ ഓരോ പേരുകളും ഇവരുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിമാലയൻ ഷെപ്പേർഡ് ഡോഗ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇവര് അവിടെ ലൈഫ് സ്റ്റോക്ക് ഗാർഡ് ഡോഗ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ബോത്തിയ കുക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോത്തിയ എന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡിലൊക്കെയുള്ള ഒരു ട്രൈബാണ്. അവരുടെ കൂടെയാണ് ഈ നായകൾ കൂടുതലും ഉണ്ടാവുക. അങ്ങനെയാണ് ബോത്തിയ കുക്കൂർ. കുക്കൂർ എന്ന് പറഞ്ഞത് അവരുടെ ഭാഷയിൽ നായ എന്നാണ് അർത്ഥം. മലമ്പ്രദേശങ്ങളിൽ കാണുന്ന നായ ആയതുകൊണ്ടാണ് പഹാഡി കുത്ത എന്നും പറയുന്നത്. ഗഡി എന്ന് പറയുന്നതും ആ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ട്രൈബ്സ് ആണ്. അവരുടെ കൂടെയും കാണുന്നതുകൊണ്ടാണ് ഗഡി കുത്ത എന്നും പറയുന്നത്. ഈ പ്രദേശത്തിന്റെ താഴത്തേക്ക് ഈ നായകളെ അധികം കാണാറില്ല. നല്ല സൈസ് വെക്കുന്ന നായ ആയതുകൊണ്ട് തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആടുകളെയും ചെമ്മരിയാടുകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നായകളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മേയാൻ പോകുന്ന സമയത്ത് മറ്റു മൃഗങ്ങൾ ഇവരെ ആക്രമിക്കാതിരിക്കാൻ ഇവരെ കഴുത്തില് എപ്പോഴും മുള്ളുകൊണ്ടുള്ള ഒരു കോളർ ധരിപ്പിച്ചാണ് ഇവരുടെ ഉടമസ്ഥർ വിടുക. ഇത് ഏർത്ത്ലി നോട്ട്സ് എന്നൊരു ബ്ലോഗർ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഈ നായകൾക്ക് മഞ്ഞോ അല്ലെങ്കിൽ തണുപ്പോ ഒരു പ്രശ്നമില്ലാത്ത ബ്രീഡാണ്. കാരണം ഇവർ ജനിച്ചു വളർന്ന സ്ഥലം അങ്ങനെയുള്ളതായതുകൊണ്ട്. ഇങ്ങനെ തന്നെയുള്ള മറ്റൊരു നായയാണ് ബക്കർവാൾ. ജമ്മു കാശ്മീരിന്റെ ലഡാക്ക് ഭാഗങ്ങളിലാണ് ഈ നായനെ കാണാറ്. കാശ്മീർ മാസ്റ്റിഫ്, കാശ്മീർ വാച്ച് ഡോഗ്, കാശ്മീർ ഷീപ്പ് ഡോഗ്, കാശ്മീരി ബക്കർവാൾ, ഗുജർ വാച്ച് ഡോഗ് എന്നൊക്കെ ഈ നായകളെ വിളിക്കും. ഇവരെ ഗുജർ വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുന്ന, അതായത് നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഗുജർ ട്രൈബ്സിന്റെ കൂടെയാണ് ഈ നായകളെ ഏറ്റവും കൂടുതൽ കാണാറ്. ഇവരുടെ യാത്രകൾ കാലക്രമേണ കുറഞ്ഞതോടുകൂടിയിട്ട് തന്നെ ഈ നായകളെ വാച്ച് ഡോഗ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യകതയും കുറഞ്ഞു വന്നു. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലൊക്കെ ഈ നായകളെ ഉപയോഗിച്ചായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അധിനിവേശ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പരിധിയിൽ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കുന്നത് കൊണ്ട് തീവ്രവാദികൾ ആദ്യം ഇവരെ കൊലപ്പെടുത്തുന്നതായിട്ട് കാണാറുണ്ട്. വർഷത്തിൽ ഒരിക്കലേ ഇവർ ബ്രീഡ് ചെയ്യാറുള്ളൂ. മാത്രമല്ല, ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും കുറവാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ ബ്രീഡ് ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ബ്രീഡാണ്. ഈ ബ്രീഡിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് മാംസാഹാരം അല്ല ഇവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്നുള്ളതാണ്. ഇവർക്ക് കൂടുതൽ ഇഷ്ടം പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇനി മറ്റൊരു ബ്രീഡിനെ കാണാം, റാംപൂർ ഗ്രേ ഹൗണ്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഗ്രേ ഹൗണ്ട്. റാംപൂർ നവാബ് അഹമ്മദ് അലി ഖാനാണ് ഈ ബ്രീഡുകളെ ഇംഗ്ലീഷ് ഗ്രേ ഹൗണ്ടുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്. പ്രധാനമായിട്ടും വേട്ടയ്ക്കാണ് ഈ ബ്രീഡുകളെ ഉപയോഗിച്ചിരുന്നത്. അതും സിംഹം, പുലി, കടുവ, കരിമ്പുലി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടാൻ. ലോകത്തെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡുകളിൽ ഒന്നാണ് റാംപൂർ ഗ്രേ ഹൗണ്ട്. പക്ഷേ വേട്ട പിൽക്കാലത്ത് ഇല്ലീഗൽ ആക്കിയതോടുകൂടിയിട്ട് ഈ ബ്രീഡിനോടുള്ള താല്പര്യം എല്ലാവർക്കും കുറഞ്ഞു വന്നു. ഇന്ന് പ്യോർ റാംപൂർ ഹൗണ്ടുകളെ കാണുന്ന തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡോഗ് രജിസ്ട്രി ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് റാംപൂർ ഗ്രേ ഹൗണ്ട്. വേട്ടയ്ക്കാണ് ഇവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടെ ഇവർ നല്ല ഫാമിലി ഡോഗ്സ് ആണ്. ഇവരുടെ സൈസ് കാരണം കുഞ്ഞുങ്ങൾ തട്ടി വീഴാൻ സാധ്യതയുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോട് പ്രത്യേക കരുതലുള്ള ബ്രീഡുകളാണ് റാംപൂർ ഗ്രേ ഹൗണ്ട്സ്. പക്ഷെ ഫാമിലി ഡോഗ്സ് ആയിട്ട് ഇവരെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വീടിന് ചുറ്റും ഉയരം കൂടുതലുള്ള ഒരു മതിൽ പണിയാൻ മറക്കരുത്. കാരണം ഇവ ഒരു വിധത്തിൽ പെട്ടിട്ടുള്ള മതിലുകളൊക്കെ ചാടിക്കയറും എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ബ്രീഡുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്താൻ സാധ്യതയുമുള്ള ഒരു ബ്രീഡാണ് സംസാരിക്കുന്നത്, ഇന്ത്യൻ സ്പിറ്റ്സ്. കേട്ടിട്ട് മനസ്സിലാവാത്ത ആളെന്നെ കണ്ടിട്ട് മനസ്സിലായോ?
നമ്മൾ പോമറേനിയൻ എന്ന് പറയുന്ന ബ്രീഡാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്പിറ്റ്സ്. ഈ ബ്രീഡ് ഒരുപാട് ഫോറിൻ ബ്രീഡുകളെ തന്നെ റിസംബിൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ഈ പോമറേനിയൻ, സമോയഡ്, ജർമ്മൻ സ്പിറ്റ്സ് എന്നുള്ളതൊക്കെയാണ് മറ്റു ബ്രീഡുകൾ. യഥാർത്ഥത്തിൽ ഈ ബ്രീഡിന്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ജർമ്മൻ സ്പിറ്റ്സ് ആണ്. ഈ പോമറേനിയനും ഇവരുടെ കസിൻ ഒക്കെ ആയിട്ട് വരും. ഏകദേശം 100 കൊല്ലത്തെ വ്യത്യാസമുണ്ട് പോമറേനിയനും ഇന്ത്യൻ സ്പിറ്റ്സും തമ്മിൽ. ജർമ്മൻ സ്പിറ്റ്സിൽ നിന്ന് ഇന്ത്യൻ ക്ലൈമറ്റിനോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തതാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. 1980കളിലും 1990കളിലും ഫോറിൻ ബ്രീഡുകളെ തന്നെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജനകീയമായിട്ടുള്ളൊരു ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. ഇവരുടെ ഫ്രണ്ട്ലി സ്വഭാവം കാരണം, ഇവർക്ക് കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റം കാരണം, ഗ്രൂം ചെയ്യാനുള്ള എളുപ്പം കാരണം ഒരു ഗോ ടു ഫാമിലി ഡോഗാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. അധികം കുറച്ച് ബഹളം വെക്കാത്തതുകൊണ്ട് നല്ലൊരു അപ്പാർട്ട്മെന്റ് ഡോഗ്സും കൂടിയാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. ഇവരെ ട്രെയിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമകളിലും സർക്കസുകളിലും ഒക്കെ ഇവരുടെ സാന്നിധ്യം ഈ സമയത്ത് ഒഴിച്ചുകൂടാനാവാത്തയായിരുന്നു. ഒളിമ്പ്യൻ അന്തോണിയാദം, മാളുകുട്ടി, CID മൂസ, ഹം ആപ്കെ ഹേ കോൻ എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ പ്രധാന വേഷവും സപ്പോർട്ടിംഗ് റോളുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ബ്രീഡ് നായകൾ. ഇന്ത്യൻ ബ്രീഡുകളിൽ പ്രധാനികൾ ഇനിയും ഒരുപാട് പേരുണ്ട്. മറ്റു ബ്രീഡുകളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.